ഫിലിപ്പ് സി കെയുടെ ഒന്നാമത്തെ ഫീച്ചറായിട്ടുള്ള സ്ട്രക്ചേർഡ് തിങ്കിങ് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഇനിയും എന്താണ് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക, ഒരു പഠിതാവാകുക. ഒപ്റ്റിമൈസ് ഫോർ കണ്ടിന്യൂസ് ലേണിംഗ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞത് ഒപ്റ്റിമൈസ് ഫോർ കണ്ടിന്യൂസ് ലേണിംഗ്. ഒരു തുടർ പഠനത്തിന് നമ്മൾ വിധേയരാകുക. തുടർ പഠനങ്ങൾ മാത്രമേ ഈ ഫീൽഡിൽ ഇനി ആകാവൂ. സെയിൽസിലൊരു തുടർ പഠനം, സെയിൽസാണ് നമ്മുടെ ജീവിതമെങ്കിൽ, വിൽപ്പനയാണ് നമ്മുടെ ജീവിതമെങ്കിൽ അതിലൊരു തുടർ പഠനം നമ്മൾ കൊണ്ടുവരിക. അപ്പോൾ എങ്ങനെയാണ്? അതായത് ഒരു ന്യൂറൽ നെറ്റ്വർക്ക് പോലെ, നമ്മുടെ തലച്ചോറിനകത്ത് ഒരു ന്യൂറൽ നെറ്റ്വർക്ക് പോലെ ആയിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്. നമ്മുടെ ഒരു പഠനം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ന്യൂറൽ നെറ്റ്വർക്ക് പോലെ എന്താണ്, ഇതിനെ വീണ്ടും 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 നമ്മൾ പഠിതാവായി മാറിക്കൊണ്ടിരിക്കണം. നമ്മൾ എന്താ പറയുന്നത്, നമ്മളിൽ നമുക്ക് വേണമെങ്കിൽ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ വീണ്ടും വീണ്ടും പുതിയ കാര്യങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ പഠിക്കുന്നു, കുറേ കാര്യങ്ങൾ നമ്മൾ ലീവ് ചെയ്യുന്നു, പിന്നെയും നമ്മൾ പഠിക്കുന്നു. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലേൺ, അൺലേൺ ആൻഡ് റീലേൺ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? ലേൺ, അൺലേൺ ആൻഡ് റീലേൺ. അപ്പോൾ ഈ 3 പ്രക്രിയയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മളിൽ പുതിയ പുതിയ ന്യൂറൽ നെറ്റ്വർക്കുകൾ രൂപപ്പെടും. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് എന്താ പറ്റുന്നത്? നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ നമുക്ക് ലഭിക്കുകയാണ്.